ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ 2 ദിവസത്തിനു ശേഷം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് എ.കെ.എം. അഷറഫ് എം.എൽ.എ. കർണാടക ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുഴയിലെ കുത്തൊഴുക്കിന് കുറവുണ്ട് എന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കുത്തൊഴുക്ക് കുറഞ്ഞാൽ ഈശ്വർ മാൽപേക്ക് അനുമതി നൽകും. വിവരങ്ങളുമായി എ.കെ. അഭിലാഷ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. എ.കെ. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. നിരന്തരം രാവിലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് അർജുൻ്റെ വിവരം എന്തായി എന്നുള്ളതാണ്. എ.കെ. അഭിലാഷിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരം എ.കെ. അഭിലാഷ് നൽകുന്നു. അത് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രേക്ഷകർക്ക് ശിരൂരുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള വാർത്ത എന്താണ് എ.കെ. അഭിലാഷ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ എ.കെ.എം. അഷറഫും കർണാടക ചീഫ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കാരണം പ്രധാനമായും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഈ ഷിരൂരിൽ തെരച്ചിൽ, ഈ മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്ന സ്ഥലത്ത് തിരച്ചിൽ പുനരാരംഭിക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നലെ എ.കെ.എം. അഷറഫ് ചീഫ് സെക്രട്ടറിയെ കാണുകയും ചെയ്തത്. ഏതായാലും ഇന്നലെ ആശ്വാസകരമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന് പ്രധാനമായതും തിരച്ചിൽ 2 ദിവസത്തിനകം തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴും പങ്കുവയ്ക്കപ്പെടുന്നത്. അതിൽ പ്രധാനമായും ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് 4 നോട്ടിലേക്ക് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പുഴയിലെ ജലത്തിന്റെ നിറം ഇപ്പോഴും സീറോ വിസിബിലിറ്റി ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ എത്രത്തോളം ഈ പരിശോധന സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പ്രാദേശികമായുള്ള ഒരു തെരച്ചിലേക്ക് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ ഈ സംസ്ഥാന ഭരണത്തിന്റെ കൂടത്തിന്റെ ഭാഗത്ത് ഉയർന്നു വരുന്നത്. അതിൽ പ്രധാനമായും ഈശ്വർ മാൽപയ്ക്ക് അനുമതി നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഈശ്വർ മാൽപെ കഴിഞ്ഞ ദിവസം അവിടെ എത്തുകയും തിരച്ചിൽ നടത്താൻ തയ്യാറാണെന്ന് അതിന്റെ സന്നദ്ധത സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അന്ന് അത്തരത്തിലൊരു അനുഭാവപൂർവമായ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉത്തരവ് വരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഏതായാലും 2 ദിവസത്തിനകം തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പങ്കുവയ്ക്കപ്പെടുന്നത്. ഓക്കെ അഭിലാഷ്, അപ്പൊ എങ്ങനെയാ പോവല്ലേ നേരെ ഷിരൂരിലേക്ക്? തീർച്ചയായിട്ടും. ഓക്കെ അഭിലാഷ്, അപ്പോൾ ഷിരൂരിലേക്ക് അഭിലാഷും പോകും. കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് എ.കെ.എം. അഭിലാഷ് നൽകുകയും ചെയ്യും.